രാവിലെ ഉണ്ടാക്കുന്നതിന് മുട്ടക്കറിയും ചപ്പാത്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കുറച്ച് സമയം അവിടെ ഇട്ട് വെക്കുക. അപ്പോൾ മുറിച്ചിട്ട് നമ്മൾ ഉള്ളി ഇട്ടാൽ നമുക്ക് കണ്ണ് കത്തൂല. ഇനിയിപ്പോൾ ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ഉപ്പ് ഇട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അവിടെ ചൂടാറുന്നവരെ കുറച്ച് വെക്കുക. എൻ്റെ കൂടെ തന്നെ മോനും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഓനുണ്ട് എൻ്റെ കയ്യിൽ. അവനങ്ങനെ എഴുന്നേറ്റാൽ കുറച്ച് സമയം ഓരോ സമയത്ത് നല്ല മൂടായിരിക്കും, ഓരോ സമയത്ത് ഇങ്ങനെ ഞാൻ എടുത്തിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു കയ്യിൽ അവനുണ്ട്. ഇതിനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇല്ലപ്പാ ഒന്നുമില്ല. ഇനി നമുക്ക് മാവ് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതാ കുഴച്ചെടുത്തിന് കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം ചപ്പാത്തിക്ക് വേണ്ട കറി ഉണ്ടാക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് ഓരോരോ ബോൾസായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോനൊരു കത്രിക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്രിക എടുത്ത് മുടി മുറിക്കുകയായിരുന്നു. അതിനിടയിൽ മോൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഇവിടുത്തെ കോഴിയൊക്കെ ഇടങ്ങനെ വന്ന് ഞാനത് ആ കോഴി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അന്നേരം പറയുന്നു ഞാൻ കോഴിനെ തച്ച് കൊല്ലും എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ അവനും പരത്തണം. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തലായിട്ട് അങ്ങനെ ചപ്പാത്തി ഞാൻ കുറച്ച് പൊടിയിടും. അങ്ങനെ അധികം പൊടി അങ്ങനെ അധികം പൊടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുറച്ചൊന്ന് പറ്റാതിരിക്കാൻ മാത്രം പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതാ ചെറുതായിട്ട് നൈസായിട്ട് ഇങ്ങനെ പരത്തിയിടും. അധികം നമ്മൾ വിലം കൂട്ടിയിട്ട് പരത്താൻ പാടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പറ്റും. ഇങ്ങനെ എല്ലാ സൈഡും ഒരുപോലെ നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഞാൻ വലിയ ചപ്പാത്തിയായിട്ട് ആക്കുന്നത്. വലുതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, മോൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അപ്പം 3-4 മതിയല്ലോ. അങ്ങനെ വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുകയായിരുന്നു. അപ്പം ഞാൻ ചപ്പാത്തി ആക്കണം, മോനും ചപ്പാത്തി ആക്കണം. അപ്പോൾ ഓന് പറഞ്ഞ് ഞാൻ അതിനൊരു ഉണ്ടയാക്കി കൊടുത്തു. പിന്നെ അപ്പോൾ പിന്നെ പരത്തുന്ന ഇങ്ങനെ ആക്കേണ്ടത് കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്.
അങ്ങനൊരു പഴയ ഇതുണ്ടായിന്, അതും എടുത്തു കൊടുത്തു. അവനങ്ങനെ അതിനെ കൊണ്ട് പരത്തുന്നു. പൊടിയനെ എടുത്തൂടാ. ഇവിടെ ഒരാൾ ചപ്പാത്തി ആക്കുന്നുണ്ടല്ലേ? മോനെ പൊടികളല്ല. ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചുട്ടെടുക്കാം. ഞാൻ പിന്നെ എല്ലാം പരത്തിക്കൊണ്ട് തന്നെ ചുടുകയാന്നിട്ട് പിന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ രണ്ടും നടക്കുമല്ലോ, പരത്തലും ചുടലും എല്ലാം ഒന്നിച്ച് നടക്കുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്യുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ കൂട്ടി വെച്ചിട്ട് തന്നെ കേട്ടോ ചുട്ടെടുക്കുന്നത്. അത് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടണം. കുറേ സമയം വെക്കാൻ പാടില്ല, അപ്പം ബലം പിടിക്കും. തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. തീ കൂട്ടിയിട്ട് തന്നെ വെക്കാം. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ എന്താ വേണ്ടത് വെച്ചാൽ ഒന്ന് വേണമെങ്കിൽ തടി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക. ഞാൻ ഇന്ന് ഇതിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തി ഞാൻ കറി കൂട്ടി കഴിക്കട്ടെ. ഒരാളുടെ പല്ലിയാക്കിയാണ് കേട്ടോ. നാവ് അടക്കാൻ വേണമെന്ന് ഈർക്കിലെല്ലാം. എന്നോട് നാവ് അടക്കല് കാണിച്ചേ. ഈർക്കിലെല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട സ്റ്റൂളെല്ലാം മുകളിൽ എടുത്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് മുകളിൽ കയറും. ഒന്നും താഴെ വെക്കാൻ പറ്റില്ല. വിരിച്ച് കൊണ്ടുപോയിട്ട് കയറും അല്ലേ? കുരുത്തം കെട്ടതല്ലേ നീ? അല്ലേ? നല്ല മോനാന്ന്. ഓ, ആര് പറഞ്ഞു നല്ല മോനെന്ന്? അമ്മ പറഞ്ഞിനെപ്പോ? ഇപ്പം പറഞ്ഞിനാ? ഞാൻ മോശം മോന്നല്ലേ പറഞ്ഞേ. വാ കഴുക. ആടെ ആക്കിക്കൂടാ, അപ്പുറം ഇവിടെ കഴുകിക്കൂടാ. വാ, അത് ഞാൻ നിന്നെ ഇരുത്തിയതല്ലേ. എടാ വാ, അപ്പൊ നമ്മൾ പല്ല് വെച്ചിട്ട് വരാം അല്ലേ? പല്ല് വെച്ചിട്ട് വരുന്നു പറ. വാവ, നീ തേച്ച വൃത്തിയായിട്ടല്ല. എവിടെ പല്ല് വെച്ചിന്? പേസ്റ്റെല്ലാം എടുത്ത് തേക്കണ്ടേ? പേസ്റ്റെല്ലാം ആക്കണ്ടേ? വാ, അങ്ങനെയാ പല്ലിയാക്കല്? സുന്ദരം പല്ലായല്ലേ? അത്ര ഒന്നും വൃത്തിയാക്കിയിട്ട. എന്നേറെ പെട്ടെന്ന് ഞാൻ പല്ല് വെച്ച്. എന്തിനിത്? പ്രാവശ്യം മുട്ട് ഇത് കഴിക്കാനാ പല്ല് വെച്ച്. ഒന്ന് പിടിക്കാൻ മുറിച്ചു തരാം.
പഞ്ചസാര ഇടണ്ടേ? ആയിട്ടില്ല, അത് അലിക്കണം. ആയിട്ടില്ല, പഞ്ചസാര ഇന്നല. അങ്ങോട്ട് നോക്കിയേ, ടേസ്റ്റ് ഉണ്ടോ? നമ്മ മുറ്റത്താണ് കേട്ടോ അടുപ്പാക്കിയിട്ടുള്ള ഷെഡ്, അകത്ത് കത്തിക്കില്ല. അപ്പോൾ ഇന്ന് മോള് ചോറ് കൊണ്ടുപോയില്ല, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ പിന്നെ ചോറ് വെക്കണം. അപ്പോൾ മുറ്റത്ത് അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ റൈസ് കുക്കറിൽ വെക്കല്. തീ പിടിക്കാൻ കുറച്ച് പണിയാണ്, കത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല.